അതേസമയം മുക്കം നഗരസഭയുടെ 2025-26 വാർഷിക ബജറ്റ് മുൻ വർഷത്തെ ബജറ്റിന്റെ ആവർത്തനം മാത്രമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. നിലവിലെ ഏറ്റവും വലിയ പ്രശ്നമായ മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ബജറ്റ് വേണ്ടത്ര ഗൗരവം നൽകിയിട്ടില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ബജറ്റ് ചർച്ചയിൽ ആക്ഷേപം ഉന്നയിച്ചു. മുക്കം നഗരസഭയുടെ 2025-26 വർഷത്തെ ബഡ്ജറ്റ് മുൻ വർഷങ്ങളിലെ ബഡ്ജറ്റിന്റെ ആവർത്തനം മാത്രമാണെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആരോപണം. നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ മാലിന്യ സംസ്കരണത്തിന് വേണ്ട MCF, MRF എന്നിവ ഉണ്ടാക്കാൻ ആത്മാർത്ഥമായ സമീപനം ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. 48-ലധികം കോളനികളുള്ള നഗരസഭയിൽ ഒരു പൊതു ശ്മശാനം നിർമ്മിക്കാനുള്ള ശ്രമമില്ലെന്നും നഗരസഭയ്ക്ക് സൗകര്യപ്രദമായ പുതിയ കെട്ടിടം സ്വപ്നമായി ശേഷിക്കുകയാണെന്നും ടേക്ക് എ ബ്രേക്ക്, പൈതൃക പാർക്ക്, മൊയ്തീൻ പാർക്ക്, വിശാലമായ പുഴയോരം എന്നിവ ഉപയോഗപ്പെടുത്തി ടൂറിസം കോറിഡോർ എന്ന പദ്ധതിയിൽ നിന്ന് നഗരസഭ പിൻവാങ്ങിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നു. പോളിടെക്നിക്കിനെ കുറിച്ച് ബഡ്ജറ്റ് മൗനം പാലിക്കുകയാണെന്നും മുനിസിപ്പൽ ആക്ട് 384 മുതൽ 386 വരെ വകുപ്പുകൾ പരാമർശിക്കുന്ന വസ്തുതകൾ പരിഗണിക്കാതെയാണ് ഇത്തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്നും ജനുവരി 15 മുൻപായി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച് ഫെബ്രുവരി മാസം കൗൺസിൽ അംഗീകരിക്കണമെന്നിരിക്കെ മാർച്ച് അവസാന പ്രവൃത്തി ദിവസത്തേക്ക് ബഡ്ജറ്റ് വച്ചത് ദുരൂഹമാണെന്നും പദ്ധതി പണത്തിൻ്റെ 50% വെട്ടിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ തുക നൽകിയതെന്നും കൗൺസിലർമാർ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ തുക നൽകിയതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. പട്ടികജാതിക്കാർക്കായുള്ള SCP ഫണ്ട് ചെലവഴിക്കാൻ പോലും നഗരസഭയ്ക്കാവാത്ത സാഹചര്യവും പ്രതിഷേധാർഹമാണ്. നഗരസഭയിലെ ഏറ്റവും പിന്നോക്ക വിഭാഗമായ പട്ടികവർഗ വിഭാഗത്തിന് കഴിഞ്ഞ 3 വർഷമായി അടിസ്ഥാന ഫണ്ട് നൽകാതെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്നും ലഭിക്കുന്ന പദ്ധതിക്ക് പണം ചെലവഴിക്കാൻ കഠിനമായ നിബന്ധന വെച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂച്ചുവിലങ്ങിടുന്ന സംസ്ഥാന സർക്കാർ ലഭിക്കുന്ന തുക ഉപാധിരഹിതമായി ചെലവഴിക്കാൻ അനുവദിക്കണമെന്നും ബഡ്ജറ്റിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാരായ വേണു കല്ലുരുട്ടി, ഗഫൂർ കല്ലുരുട്ടി, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന പ്രവൃത്തികൾ നഗരസഭാ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കാണിച്ചത് എട്ടുകാലി മമ്മുഞ്ഞിനെ അനുസ്മരിപ്പിക്കുകയാണെന്നും വേണു കല്ലുരുട്ടി പരിഹസിച്ചു. 63 കോടിയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ജനാധിപത്യത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മുക്കം.